രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ കർണാടകയിലെ പഴയ നേതാവ് മല്ലികാർജുന ഖാർഗെ. അദ്ദേഹം ഇപ്പോൾ ACCയുടെ പ്രസിഡന്റാണല്ലോ. ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം വലിയൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോട് മാത്രം അല്ല, സർക്കാരിനോട് ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. RSSനെ അങ്ങ് നിരോധിക്കുക. അത് ഉടൻ തന്നെ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയുമോ? ഇത് ഇദ്ദേഹത്തിന് 3 പേരെടുത്ത് ആവശ്യപ്പെടാം RSSനെ നിരോധിക്കാൻ. ഒന്ന് നരേന്ദ്രമോദിയുടെ അടുത്തും ട്രംപിൻ്റെ അടുത്തും പുട്ടിൻ്റെ അടുത്തും ആവശ്യപ്പെടാം. വേണമെങ്കിൽ ഷീ ജിൻപിങ്ങിൻ്റെ അടുത്തും ആവശ്യപ്പെടാം. വേറെ ആരടുത്തും ഈ RSSനെ നിരോധിക്കാൻ ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല. ഇന്ന് അദ്ദേഹത്തിന് ഈ പ്രകോപനം ഉണ്ടായത് ഇന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മ ദിനമാണ്. അപ്പോൾ അതേ ദിനം തന്നെയാണ് ശ്രീ പട്ടേലിൻ്റെ ജന്മദിനവും. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒക്ടോബർ 31-ന് പട്ടേലിൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ പട്ടേലിനെ കുറിച്ചാണ് കേൾക്കുന്നത്, ഇന്ദിരയെ കുറിച്ച് കേൾക്കുന്നില്ല. അപ്പോൾ അവരുടെ ഒരു രക്തസാക്ഷിയും കൂടെ നിങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പോയോ എന്നുള്ള ഒരു രോദനമാണ് നമ്മൾ കേൾക്കുന്നത്. കാര്യം ഇതിനെ വീണ്ടും ലൈവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്, ഇന്ദിരാഗാന്ധിയെ ലൈവായിട്ട് നിർത്താൻ പട്ടേലിനെ പറയേണ്ട ഒരു ഗതികേടിലോട്ട് അവർ എത്തി എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചതും ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്നും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നും എന്നെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അറിയാം. അതിൽ RSSകാർക്ക് എന്തായാലും ഗാന്ധി വധത്തിൽ പങ്കുണ്ടെന്നുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി വധത്തിൽ ആർക്കാണ് പങ്കുണ്ടായിരുന്നത്? അതെന്താ അദ്ദേഹം ചിന്തിക്കാത്തത്? അതെന്താ പറയാത്തത്? കാര്യം ഗാന്ധി വധം 75 വർഷത്തിന് മുമ്പ് നടന്നതാണ്. 40 വർഷത്തിന് മുമ്പ് നടന്ന ഇന്ദിരാഗാന്ധി വധത്തിൻ്റെ പിന്നിൽ ആരാണെന്നും എന്താണെന്നും എന്തിനാണെന്നും എന്തേ അദ്ദേഹം ആലോചിക്കാത്തത്? ഇനി ആ കുടുംബത്തിലെ അടുത്ത എന്തായാലും അത് സിഖുകാരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അടുത്ത് ആ കുടുംബത്തിൽ നിന്നുള്ള രക്തസാക്ഷി വരുന്നത് ശ്രീ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയെ കൊന്നത് RSSകാരാണെന്ന് ഇന്നുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ RSSനെ നിരോധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമായിരുന്നു. ഇനി എന്താ പറയുന്നത്, ഇസ്രായേലിലെ പ്രശ്നം RSSകാർ, ഗാസയിലും RSSകാരാണ് ചെയ്യുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അല്ല, പക്ഷെ രാഹുൽ ഗാന്ധിയെ മാനസികമായി ഇല്ലായ്മ ചെയ്യാണ് RSS. തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഇനി അത് അദ്ദേഹത്തിൻ്റെ ഒരു മോഹഭംഗം, ആശാഭംഗം എന്നൊക്കെ പറയാം. വയസ്സുകാലത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ട ഏറ്റവും വലിയൊരു പദവിയാണ് കിട്ടിയത്. ഇനി എന്തായാലും ഇതിനേക്കാളും ഒരു പദവി കിട്ടാനില്ല. കാരണം ഇന്നലെ തന്നെ അദ്ദേഹം ബീഹാറിലെത്തി പറയുകയാണ്, എനിക്ക് രോഗം വരില്ല, ഞാൻ ദൈവവുമായി നേരിട്ട് ബന്ധമാണ്. ഇപ്പൊ എന്താ രാഹുൽ ഗാന്ധി അതേ പറ്റി നമുക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് മറുപടി ഈ ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ബാലക് ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ LKGയിലോ UKGയിലോ ഒക്കെ ചെന്നിരിക്കണം. എന്തായാലും നമുക്കിപ്പോൾ അതിന് പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ ഇദ്ദേഹം പറഞ്ഞതിന് മറുപടി അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്റ്റേറ്റായ, സ്വന്തം ജന്മസ്ഥലമായ, അല്ല മറ്റൊരു കാര്യമുണ്ട്. അച്ഛൻ ഇന്ന് പറയുകയാണെങ്കിൽ മകൻ കുറച്ചു നാളുകളായി കർണാടകയിൽ കിടന്ന് ഇത് ആവശ്യപ്പെടുകയാണ്. ഞാൻ അതാ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ RSSന്റെ പദസഞ്ചലനത്തിന് നിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അംഗമായിട്ടുള്ള സർക്കാർ ഇട്ട ഓർഡറിനെ ഹൈക്കോടതി വലിച്ചീറിക്കളഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു, നിയമപരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സംഘടിക്കാനും അവർക്ക് പ്രവർത്തനം നടത്താനും ഭരണഘടന കൊടുത്തേക്കുന്ന മൗലികാവകാശം എടുത്തു കളയാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് വളരെ അസന്ദിഗ്ധമായിട്ടുള്ള ഒരു വിധിയാണ് പറഞ്ഞത്. കാര്യം RSSനെ പറ്റിയിട്ട് അവർക്ക് പറയാൻ എന്തെങ്കിലും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആരോപണം അവരുടെ കയ്യിലില്ല. ഏതെങ്കിലും ഇത്തരം പ്രസ്താവനകളുമായി വന്നാൽ എന്തായാലും ഉന്നത സ്ഥാനമാണ്, ACCയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ഇത്തരം പ്രസ്താവനകളുമായി വന്നാൽ ഒരു കോമാളിയായി മാറുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കാരണം ഈ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കാമല്ലോ, പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതിയുമായാലും എല്ലാ ചുമതലകളിലും ഇരിക്കുന്ന RSSകാരാണ്. അപ്പോൾ ആ രാജ്യത്ത് നിന്നാണ് RSSനെ നിരോധിക്കണമെന്ന് ഇദ്ദേഹം ഇന്നിതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആരോടത്താണ് അഭ്യർത്ഥിച്ചത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല. RSS നിരോധിക്കണമെന്ന് പറഞ്ഞു. ആര് ചെയ്യും, എപ്പോൾ ചെയ്യും, എന്തിനു ചെയ്യും, ഇതൊന്നും പറയുന്നില്ല. ചുമ്മാ ഒരു പ്രസ്താവന. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം RSSന്റെ കാര്യം പറഞ്ഞാലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അത് പറയണം. ഇന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ, ചർച്ച ചെയ്യണമെങ്കിൽ RSSന്റെ പേര് പറഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ വാർത്ത വെളിയിൽ വരത്തുള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ വാർത്ത വെളിയിൽ വരത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുന്നു. RSSനെ നിരോധിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ, അതും അദ്ദേഹം പറയുന്നുണ്ട്. RSS എന്ന് പറഞ്ഞൊരു സംഘടനയെ നിരോധിക്കുന്നതോറും ശക്തമായി വന്നിട്ടുള്ളൊരു സംഘടനയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സന്നദ്ധ സംഘടനയാണ്. അവർ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമരാഹിത്യം അവരുടെ പ്രവർത്തനത്തിലുണ്ടെങ്കിൽ
കണ്ടുപിടിക്കാം. അവർക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല, അമ്പലത്തിൻ്റെ പ്രമിസസ് ഉപയോഗിക്കാൻ പാടില്ല, പൊതുനിരത്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അവർക്ക് എന്താ സ്പേസിൽ ചെയ്യാൻ പറ്റൂ? പൊതുവിടങ്ങൾ എന്ന് വെച്ചാൽ റോഡ്, അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ദണ്ഡ ഉപയോഗിക്കാൻ പാടില്ല. ദണ്ഡ കൊണ്ട് ഇവരാരെങ്കിലും, നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1950 തൊട്ട് 47 തൊട്ട് 99 വരെ നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്ത കമ്മ്യൂണൽ വയലൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും, കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കമ്മ്യൂണൽ വയലൻസ്. ഇപ്പം ഇത് ചെയ്തത് RSSകാർ. ഇപ്പം 1921 വർഗീയ കലാപം മലബാറിലുണ്ടാക്കിയത് RSSകാർ എന്ന് പറയാൻ പറ്റും. കാര്യം RSS ഉണ്ടായത് 25-ലാണ്. അപ്പോൾ അത് RSSൻ്റെ പേരിൽ പറയാൻ പറ്റൂ. അപ്പോൾ ഇന്ത്യ ആ ഒരു ചരിത്രാതീത കാലം തൊട്ട് നമ്മുടെ ഈ ഒരു ജനാധിപത്യത്തിന് മുമ്പുള്ള കാലം തൊട്ട് ഈ കഴിഞ്ഞ ഒരു 100 വർഷമായിട്ട് ഇന്ത്യ ഫേസ് ചെയ്യുന്ന വർഗീയ കലാപങ്ങൾക്ക് ഉത്തരവാദി RSS ആണെന്ന് പറയുകയാണെങ്കിൽ അത് മണ്ടത്തരമാണ്. അപ്പോൾ വർഗീയ കലാപങ്ങളായിട്ട് കണ്ടെത്തണമെന്നും ഈ വർഗീയ കലാപങ്ങൾ നടന്ന ഒരു സ്ഥലം പോലും ഹൈന്ദവ സംഘത്തിന് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളല്ലായിരുന്നു എന്ന് മഹാനായ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പീഡനം നടന്ന, അതായത് മുസ്ലിം പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ എടുക്കാൻ പറഞ്ഞു. അതിൽ ഏതാണ് ഹിന്ദു ഭൂരിപക്ഷ സ്ഥലമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ല. അപ്പം ഇത് ഉന്നയിച്ചവർക്ക് അറിയാം അതിൻ്റെ അജണ്ട എന്താണെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നും. അവർ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ രാജ്യത്തെ ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനത്തിനെങ്കിലും രാജ്യത്തെ ഒരുമിച്ച് നിർത്താനും എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും അദ്ദേഹത്തെ പോലുള്ള സീനിയറായിട്ടുള്ള നേതാക്കൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ തന്നെ ഒരു പോഷക സംഘടനയായ INTUCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിതിൻ ഗഡ്കരി എത്രയോ വർഷം ഇരുന്നു. കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന എത്രയോ സ്വയംസേവകരുണ്ടായിരുന്നു. സ്വയംസേവരെല്ലാവരും RSSകാരും സ്വയംസേവരെല്ലാവരും BJPയിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് ഉള്ള തെറ്റിദ്ധാരണയാണ്. ഒരുപാട് സ്വയംസേവകർ മറ്റു പാർട്ടികളിൽ വർക്ക് ചെയ്യുന്നവരെ, ഞാൻ ബോംബെയിലുണ്ടായിരുന്നു, ശരത് പവാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്വയംസേവരുണ്ട്. അവരൊക്കെ സ്വയംസേവരാണ്, പക്ഷേ രാഷ്ട്രീയമായിട്ട് അവർ പവാറിനോട് കടപ്പെട്ടവരാണ്. ഉദ്ധവ് താക്കറേജിയുമായിട്ട്, ബാലാസാഹബ് താക്കറെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ശിവസേനയുടെ ഒരു ഭാഗം തന്നെ ഒരു സമയത്ത് RSSകാരായിരുന്നു. RSSകാർ തന്നെയാണ് ശിവസേനയ്ക്ക് രൂപം നൽകിയത്, ഒരു പ്രാദേശിക ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ RSS എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വാലായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയല്ല. ഇതൊരു സാംസ്കാരിക ഒരു കൾച്ചറൽ റിഫോർമിംഗ് ഓർഗനൈസേഷനായിട്ട് നമ്മൾ RSSനെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വിരോധം ഉണ്ടാവില്ല. പിന്നെ അദ്ദേഹത്തിനുണ്ടാകുന്ന ആശാഭംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഫേസ് ചെയ്യുന്ന പരാജയങ്ങളാണ്. 1910 ശേഷം ഇപ്പോൾ 15 വർഷമായിട്ട് ആദ്യത്തെ വാജ്പേയി ഗവൺമെൻറ് വന്നായിരുന്നു, രണ്ടാമത്തെ വാജ്പേയി ഗവൺമെൻറ് വന്നു. അപ്പോഴത്തേക്ക് വിചാരിച്ചു ഇതൊക്കെ ഒരു താൽക്കാലിക ഫിനോമിന എന്ന് പറഞ്ഞുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോഴത്തേക്ക് അതിനേക്കാളൊക്കെ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് വന്നത്. ഈ ഗവൺമെൻറ് രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് അഴിമതി കാണിക്കണമെന്നോ ഒന്നും ഇതൊക്കെ പറയേണ്ട ആളാണ് AICC പ്രസിഡന്റ്. ഈ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു പിടിപ്പുകേട് പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഴിമതി പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കെടുകാര്യസ്ഥത പറയണം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും പോക്കിനോടുള്ള തെറ്റായിട്ടുള്ള പോക്കാണെന്ന് പറയണം. ഇതൊന്നും പറയാനില്ല. രാവിലെ എണീറ്റ് പറയാം RSSനെ നിരോധിക്കണം. എന്തിനു നിരോധിക്കണം? അത് RSSനെ നിരോധിക്കണം. നിലവിലെ സാഹചര്യത്തിൽ അതേ ആവശ്യപ്പെടാനുള്ളത് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്നാണ്. കാരണം മറ്റൊരാളെ അവിടെ എത്തിയിരുന്നെങ്കിൽ അതൊന്ന് അഗ്രസീവായി പ്രവർത്തിക്കുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് വെറുതെ RSSനെ നിരോധിക്കണം. ഇത് എത്രയും പറഞ്ഞിട്ട് എന്തിന്? അവരുടെ എന്താ പ്രശ്നം? രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം RSS ആണോ? അല്ല. അപ്പം ഇദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹം വയസ്സായി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മകൻ തുടർച്ചയായി പറയുന്നുണ്ടല്ലോ, അദ്ദേഹം കുറച്ച് നാളുകളായി തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, അതിന്റെ മറുപടി കർണാടക ഹൈക്കോടതി ഇന്നലെ മെനങ്ങാന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ട് അവര് ഇന്ന് പദസഞ്ചലനം നടത്തും. അപ്പോഴത്തേക്ക് എന്താണ് ഈ സർക്കാരിന്റെ ഹുങ്കാണോ? കുറച്ചു നാൾ മുമ്പ് നാം പരിശോധിച്ചാലറിയാം, മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട് അവിടെ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരണം നടത്തിയ കുറച്ചു കാലയളവുണ്ടല്ലോ. ആ കാലയളവിൽ ഇത്തരം നിരന്തരം കമൽനാഥ് ഭരണം നടത്തിയപ്പോൾ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ആ സർക്കാർ താഴെ വീഴുന്നതാണ് നാം കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വഴിയിലേക്കാണോ കർണാടക പോകുന്നത്? അല്ല, കർണാടക കഴിഞ്ഞ തവണ ജയിച്ചത് വളരെ ഫ്ലൂക്കിൽ ജയിച്ച ഒരു സ്ഥലമാണ്. കർണാടക എന്ന് പറയുമ്പോൾ BJPയുടെ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ഏറ്റവും കൂടുതൽ അടിത്തറയുള്ള ഒരു സംസ്ഥാനവും ഭരണം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനവും കർണാടകയാണ്. അപ്പോൾ കർണാടകയിൽ വർദ്ധിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇപ്പം മിനിങ്ങാന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ കർണാടകയിലെ മന്ത്രി പറഞ്ഞ ഒരു കാര്യം, കർണാടകയിൽ നിന്ന് വ്യവസായങ്ങളെല്ലാം ആസാമിലോട്ടും
ഗുജറാത്തിലോട്ടും പോകുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ മകൻ മന്ത്രിയാകുമ്പോഴത്തേക്ക് ആ കർണാടക ഗവൺമെൻറ്റിന് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായ ഇപ്പം ഇന്നലെ നമ്മളെ കേരളത്തിൽ ശ്രീ പിണറായി സഖാവ് പറഞ്ഞ മാതിരി കുറേ ആനുകൂല്യങ്ങൾ ഇലക്ഷന് മുമ്പ് അവരും കൊടുത്തു. ഇതൊന്നും അവർക്ക് പാലിക്കാൻ പറ്റുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള കടുത്ത പ്രതിസന്ധി മാത്രമല്ല, കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാരണം ഒരുപാട് വ്യവസായികൾ ഗുജറാത്തിലോട്ടും ആസാമിലോട്ടും അവരുടെ വ്യവസായങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് പിടിച്ചു നിർത്താൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സംസ്ഥാനം ഒരു വലിയ കോൺഗ്രസ് ഭരിക്കുന്ന വളരെ കുറച്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ ഇന്ത്യയിൽ. ആ സംസ്ഥാനങ്ങൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയും DK ശിവകുമാർ ഇതിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു പ്രതിസന്ധി അവിടെ കർണാടകയിൽ ഉടലെടുക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കാണ് ചിലപ്പം എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് ഖാർഗെയുടെ മകനും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവിടെ കേരളത്തിലെ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞ പോലെ അവിടെ ഈ സിദ്ധരാമയ്യ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർ 7-8 പേരുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തിന് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നു. നമ്മൾ പറയുന്നില്ലേ, രാവിലെ എണീക്കുക, പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി രാവിലെ എണീക്കുക, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാം. എന്തിനാണെന്നുള്ളത് റീസണൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. മുഖ്യമന്ത്രി രാജിവെക്കണം, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഇദ്ദേഹം രാവിലെ എഴുതിയിട്ട് RSS നിരോധിക്കണം. അത് കാര്യങ്ങൾ എന്താ അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്തായാലും RSS രാവിലെ നിരോധിക്കണം, അത് അത്യാവശ്യമാണ്. അത് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ തന്നെ നിരോധിക്കണം. ഇന്ദിരാഗാന്ധിയുടെ ജന്മവും മരണവുമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ചരമവുമായിട്ട് RSS ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് നമുക്ക് സംസാരിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ചരമദിനത്തിൻ്റെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. ഇത് ഒരു സാഹചര്യത്തിനും ചേരാത്ത ഒരു പ്രസ്താവന നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ അനുചിതമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അതിനുപോലും അർഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.